നായരമ്പലം വെളിയത്തുപറമ്പിൽ കടൽക്ഷോഭം രൂക്ഷം. വീടുകളിലേക്ക് വെള്ളം കയറുകയാണ്. സ്ഥലത്ത് നിന്ന് സൂര്യശ്രീയാണ് ചേരുന്നത്. സൂര്യ, കഴിഞ്ഞ ദിവസമൊക്കെ ഈ കടലിൽ കയറുന്ന പ്രശ്നമുണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും അത് രൂക്ഷമാവുകയാണോ? കഴിഞ്ഞ ദിവസം നിർത്താതെ മഴ പെയ്യുകയായിരുന്നല്ലോ. എന്താണിപ്പോൾ അവിടെ ചെയ്യാൻ ശ്രമിക്കുന്നത്? എറണാകുളം ജില്ലയിലെ തീരപ്രദേശങ്ങളിൽ രാവിലെ ഏകദേശം ഒരു 10 മണിക്ക് ശേഷം തന്നെ വലിയ രീതിയിലൊരു കടൽ കയറ്റം രൂക്ഷമാണ്. എറണാകുളം ജില്ലയിലെ തന്നെ കണ്ണമാലി, അതുകൂടാതെ തന്നെ ഞാറയ്ക്കൽ, നായരമ്പലം, അതുപോലെ തന്നെ എടവനക്കാട് തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ഇത്തരത്തിൽ വലിയ രീതിയിലൊരു കടൽ കയറ്റം രൂക്ഷമായിരിക്കുന്നത്. ഇന്നലെ തന്നെ കടൽ കയറുമെന്നും വലിയ രീതിയിലുള്ള തിരമാലകൾ ഉയരുമെന്നൊക്കെ തന്നെയുള്ള മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു. എങ്കിൽ പോലും രാവിലെ മുതൽ ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെയും വലിയ രീതിയിൽ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ തന്നെ വെള്ളം കയറിയിരിക്കുകയാണ്. ഇപ്പോൾ പ്രദേശത്തെ നിരവധി വീടുകളിൽ നിന്ന് ആളുകളൊക്കെ തന്നെയും വെള്ളം കയറിയത് കാരണം പലയിടങ്ങളിലേക്ക് താമസം മാറിയിരിക്കുകയാണ്. ആളുകളെ തൊട്ടടുത്തുള്ള പള്ളിയിലെ ഒരു ക്യാമ്പിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. ഈ വീടിൻ്റെ ഏകദേശം ഈ വീടിൻ്റെ 2-3 വീടുകൾ അടുപ്പിച്ചുണ്ട്. ഈ വീടുകളിലേക്കൊക്കെ തന്നെ കടൽ വലിയ രീതിയിൽ വെള്ളം കയറുകയാണ്. നമുക്ക് കാണാം, ഇവിടുത്തെ ആളുകളൊക്കെ തന്നെ വലിയ രീതിയിലൊരു ആശങ്കയിലാണ്. ഇവിടുത്തെ ആളുകൾ പല കുടുംബങ്ങളും ഇപ്പോൾ തന്നെ പല ബന്ധുവീടുകളിലേക്കും കൂടാതെ തന്നെ പള്ളിയിലെ തന്നെ ഒരു ക്യാമ്പിലേക്കും ഒക്കെ തന്നെ മാറിയിരിക്കുകയാണ്. ഈ പ്രദേശത്തെ ആളുകളിലൊക്കെ തന്നെ വലിയ തരത്തിലുള്ള ഒരു ആശങ്കയുണ്ട്. എല്ലാ വർഷവും കാലവർഷക്കെടുതിയുടെ സമയത്ത് ഇത്തരത്തിലൊരു ആശങ്ക ഈ തീരപ്രദേശത്തെ ജനങ്ങളുടെ ഒക്കെ തന്നെ ഒരു പ്രധാന വിഷയമാണ്. നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാവുന്നതാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ നേരത്തെ കണ്ട പോലെ തന്നെ കടൽ കയറാതെ ഇരിക്കാൻ സ്ഥാപിച്ചില്ല ജിയോ ബാഗുകളൊക്കെ തന്നെ ഈ കടൽ കയറ്റത്തിൽ തകർന്നിട്ടുണ്ട്. നമുക്ക് പ്രദേശത്തെ ആളുകളോട് ചോദിക്കാം. ചേട്ടാ, ഇപ്പോൾ മുതലാണ് കടൽ കയറ്റം രൂക്ഷമായത്? പകുതി ആയിട്ടില്ല. ഇപ്പൊ ഏറ്റവും നിറവായിട്ടില്ല. നിറവാണെങ്കിൽ 1 മണി 2 മണിയെങ്കിലും ആളും ഏറ്റവും നിറവാണെങ്കിൽ. കടലിൽ ഭയങ്കര കയറ്റം കയറും. ഇതിൽ കൂടുതൽ കയറും. കടലിൽ കയറും, നല്ലോണം കയറും കടലിൽ. ആരുടെയൊക്കെ വീടുകൾ ഈ ചേട്ടൻ്റെ നമുക്ക് വെള്ളം എൻ്റെ വീടാണ്. ചേട്ടൻ്റെ വീട്ടിലേക്ക് വെള്ളം കയറും. വെള്ളം ഇപ്പോൾ നമ്മുടെ എല്ലാ കുടുംബത്തും വെള്ളം കയറും. ഇപ്പം ഇത് എല്ലാ കൊല്ലവും ഇത് തന്നെയാണ് സ്ഥിതി. അവർ വന്നുകൊണ്ട് കുറച്ച് ചാക്കൊക്കെ വെച്ച് തന്നുകൊണ്ട് ഇങ്ങനെ പോകും. ഇപ്പോൾ 10-25 കൊല്ലം നമ്മുടെ ഈ സീവാളിൻ്റെ പണി നടന്നിട്ട് ഇത് ഇട്ടുകൊണ്ട് പോയ കാരണമാണ്. അല്ലെങ്കിൽ നമുക്കൊരു പേടിയില്ലായിരുന്നു. ഇപ്പോൾ ഈ സീവാളിൻ്റെ പണി കിടക്കാത്തതിൻ്റെ പേരിൽ മൊത്തം ഈ വൈപ്പിങ്കര തന്നെ പോയി കിടക്കുന്നു. ഈ വൈപ്പിങ്കര മൊത്തം ചെയ്യണത്, എന്നാലേ ഇവിടെ എല്ലാവരും കിടക്കാൻ പറ്റുള്ളൂ. ആണ് എനിക്ക് പറയാനുള്ളത്. മൊത്തത്തിൽ എല്ലാ സംഭവം നടത്തി തന്നെ സർക്കാർ. ഇത് തന്നെയാണ് ക്രിസ്റ്റീന അവരുടെ ആശങ്ക. കടൽ ഭിത്തി നിർമ്മാണം എത്രയും പെട്ടെന്ന് തന്നെ നടപ്പിലാക്കണമെന്നാണ് ആഗ്രഹം. ശാശ്വത പരിഹാരം വേണമെന്ന് തന്നെയാണ് ഇത്തരത്തിൽ ഈ തീരപ്രദേശത്തുള്ളവരുടെയൊക്കെ തന്നെ ആവശ്യം. ഏതായാലും ഇപ്പോൾ നിലവിലൊരു ഈ പ്രദേശത്ത് തന്നെ 5-6ഓളം വീടുകളിലൊക്കെ തന്നെ വലിയ രീതിയിലൊരു കടൽ കയറിയിട്ടുണ്ട്. പ്രദേശത്തെ കുട്ടികളടക്കമുള്ളവരെയൊക്കെ തന്നെ ബന്ധുവീടുകളിലേക്കും കൂടാതെ തന്നെ അടുത്തുള്ള ക്യാമ്പുകളിലേക്കൊക്കെ തന്നെ മാറിയിട്ടുണ്ട്. ഇനി ഉച്ച കഴിയുന്തോറും വേലിയേറ്റം ശക്തമാകുമെന്നും ഇതിൽ കൂടുതൽ തന്നെ വെള്ളം ഈ പ്രദേശത്തെ നിരവധി സ്ഥലങ്ങളിലേക്ക് കയറാൻ സാധ്യതയുമുണ്ടെന്നൊക്കെ തന്നെയാണ് ആളുകൾ അറിയിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം ജില്ലാ ഭരണകൂടം ഇത്തരത്തിൽ തീരപ്രദേശവാസികളോടൊക്കെ ഉണ്ടായ ഒരു ചർച്ചയിലൊക്കെ തന്നെ പറഞ്ഞിരുന്നു തീരദേശ പ്രദേശത്തെ ജിയോ ബാഗുകൾ അടിയന്തരമായി തന്നെ സ്ഥാപിക്കുന്നു. പക്ഷേ നിലവിൽ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്ന ജിയോ ബാഗുകൾ അടക്കം തന്നെ കടൽ കയറി നശിച്ച രീതിയിലാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നത്തിന് വർഷാവർഷം ഇവിടെ ഉണ്ടാകുന്ന ഈ ഒരു കടൽ കയറ്റ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം വേണമെന്ന് തന്നെയാണ് ഇത്തരത്തിൽ തീരദേശവാസികളുടെയൊക്കെ ഒരു അഭിപ്രായം. ക്രിസ്റ്റീന, സൂര്യ, ഒരു ശാശ്വത പരിഹാരം ആവശ്യമാണ്. അതിനുപരിയായി ഇന്നിപ്പോൾ ഈ 2 മണിയൊക്കെ ആകുമ്പോഴേക്കും ഇതിന്റെ ഇരട്ടി വെള്ളം കയറുമെന്ന് അവർ പറയുന്നുണ്ടല്ലോ. അപ്പോൾ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഇവരെ മുഴുവനായി അവിടെ നിന്ന് മാറ്റാനും മറ്റു നടപടികൾ സ്വീകരിക്കാനും ഒക്കെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള തീരുമാനമായിട്ടുണ്ടല്ലോ? ഇപ്പോൾ ഈ കുഞ്ഞുങ്ങളെയൊക്കെ മാറ്റിയത് അവർ സ്വന്തമായി മാറ്റിയേക്കുന്നതല്ലേ? നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കാലാവസ്ഥാ വകുപ്പിന്റെ ഒരു മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ ഇന്ന് കടൽ കൂടുതൽ കയറാൻ സാധ്യതയുണ്ടെന്നും ഉയർന്ന തിരമാലകൾ ഉണ്ടാകുമെന്നൊക്കെ തന്നെ ഒരു മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു. ഈ സാഹചര്യത്തിൽ തന്നെ ജില്ലാ ഭരണകൂടം നേരത്തെ തന്നെ ഒരു അറിയിപ്പ് നൽകിയിരുന്നു, ഇത്തരത്തിൽ തീരദേശവാസികളൊക്കെ തന്നെ ഒരു ജാഗ്രത പാലിക്കണമെന്ന്. പക്ഷേ എന്നാൽ ഈ പ്രദേശത്ത് നിലവിൽ ഇവർ സ്വന്തമായിട്ടാണ് ഇത്തരത്തിൽ അടുത്തുള്ള ക്യാമ്പുകളിലേക്കും പള്ളിയുടെ ക്യാമ്പുകളിലേക്കൊക്കെ തന്നെ മാറിയിരിക്കുന്നത്. കൂടുതൽ പേരും ഇന്നലെ തന്നെ ഗൃഹോപകരണങ്ങളും വസ്തുക്കളൊക്കെ തന്നെ വീടിനകത്താക്കി. ഈ വീടുകളിലൊന്നും ഇപ്പം തന്നെ ആരും ഇല്ല. കാരണം അവരൊക്കെ തന്നെ നേരത്തെ വെള്ളം കയറാനായിട്ട് തുടങ്ങിയപ്പോൾ തന്നെ, കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വർഷാവർഷങ്ങളായി ഇവർ ഈ കടൽ കയറ്റ സമയത്ത്, അതായത് കാലവർഷ സമയത്ത് ഇത്തരത്തിലൊരു വലിയ രീതിയിലുള്ള ഒരു കടൽ കയറ്റം അനുഭവിക്കുന്നവരാണ്. അവരുടെ തീരാ ദുരിതമാണ്. അതുകൊണ്ട് തന്നെ അവർ ഇന്നലെ മുതൽ തന്നെ ഇത്തരത്തിൽ ഗൃഹോപകരണങ്ങളൊക്കെ തന്നെ വീടുകളിലാക്കി. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാൻ എല്ലാം ഇവിടെ മാറ്റി വെച്ചതിന് ശേഷം അവർ ബന്ധുവീടുകളിലേക്കും ക്യാമ്പുകളിലേക്കൊക്കെ തന്നെ പോയിരിക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത്. ക്രിസ്റ്റീന, ശരി, സൂര്യശ്രീയാണ് വിശദാംശങ്ങൾ നൽകിയത്.